ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. SSC MDS 2025 എക്സാമിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് റിവിഷൻ സീരീസിന്റെ മൂന്നാമത്തെ സെഷനാണിത്. പ്രീവിയസ് SSC MDS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പഞ്ചായത്ത്സ് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ, പഞ്ചായത്തി രാജ് സിസ്റ്റം. സോ പഞ്ചായത്തി രാജ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കാം. പഞ്ചായത്തി രാജ് സിസ്റ്റം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനൽ ഡോക്യുമെന്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഇത് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഏത് അമെന്റ്മെന്റ് വഴിയാണ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992. 1992 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, റൂറൽ ലോക്കൽ ഗവൺമെന്റ് ആണ്. റൂറൽ ഏരിയാസിലുള്ള ലോക്കൽ ഗവൺമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് ദി റൂറൽ ലോക്കൽ ഗവൺമെന്റ്. ആൻഡ് ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 പ്രകാരമാണ്. ആൻഡ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്തു, പുതിയ ഒരു പാർട്ട് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് പാർട്ട് 9. പാർട്ട് 9ലാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 9 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഈ പാർട്ട് 9 ഈ ഒരു 73rd അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പാർട്ട് 9നകത്ത് നമുക്ക് ആർട്ടിക്കിൾസ് 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. പാർട്ട് 9ലാണ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ഉള്ളത്. ഏതൊക്കെ ആർട്ടിക്കിൾസിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ. അതുപോലെ തന്നെ ഈ ഒരു അമെന്റ്മെന്റ് വഴി ഒരു എക്സ്ട്രാ ഷെഡ്യൂൾ, ഒരു പുതിയ ഷെഡ്യൂൾ കൂടി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനത്തേക്ക് ആഡ് ചെയ്തു. അതാണ് 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത് 29 സബ്ജക്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഷെഡ്യൂൾ ആണ്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ ലോ മേക്കിംഗ് പവേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന 29 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണെന്ന് 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ 11th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പ്രൊവിഷൻസ് ആണത്. പഞ്ചായത്തിന് എന്തൊക്കെയാണ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന 29 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഷെഡ്യൂൾ ആണെന്ന് 11th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം ഇഫക്റ്റിൽ വരുന്നത്, ഫോഴ്സിൽ വരുന്നത് 24th ഏപ്രിൽ 1993ലാണ്. 1992ലാണ് ഈ ഒരു 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കുന്നത്. അതിനുശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് കുറച്ചും കൂടി താമസിച്ചിട്ടാണ്. 24th ഏപ്രിൽ 1993ലാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം ഇഫക്റ്റിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ഡേ 24th ഏപ്രിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 24th ഏപ്രിൽ 1993ലാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എഫക്റ്റിൽ വരുന്നത്. അതുകൊണ്ട് 24th ഏപ്രിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കീ ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. And the first one ആണെന്ത്, ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ആണ് പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കീ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്താണ് 243A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമസഭയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 243A. എന്താണ് ഈ ഗ്രാമസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിലുള്ള എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണെന്ത്, ഗ്രാമസഭ എന്ന് പറയുന്നത്. സോ ഗ്രാമസഭ മീൻസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓർ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഇൻ എ പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലുള്ള എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സും അടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണെന്ത്, ഈ ഒരു രാജ്യസഭ എന്ന് പറയുന്നത്. ഈവൻ ദോ ഇത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ടയേഴ്സിനകത്ത് വരുന്ന ഒരു സഭ അല്ലെങ്കിൽ പോലും ഇതെന്താണ്, പഞ്ചായത്തി രാജിന്റെ ബേസിസ് ആണ്. സോ ഗ്രാമസഭയാണെന്ത്, ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് 3 ടയർ ഗവൺമെന്റ് ആണ്. സോ പഞ്ചായത്ത് രാജിനകത്ത് നമുക്ക് 3 ലെവൽസ് ഉണ്ട്. ആ ലെവലിലുള്ള ഒരു ലെവലല്ല ഗ്രാമസഭ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഗ്രാമസഭയാണെന്ത്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാമസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിലുള്ള എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സും അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു സഭയെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാമസഭ എന്ന് പറയുന്നത്.
ആൻഡ് ആർട്ടിക്കിൾ 243B ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 243B എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 243B. എന്തൊക്കെയാണ് ഈ 3 ടയർ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒരു 3 ടയർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ചായത്തി രാജ് സിസ്റ്റം ഈ ഒരു ആർട്ടിക്കിൾ 243B എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 243D. 243D എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷൻ ഓഫ് സീറ്റ്സ്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ റിസർവേഷൻ, സീറ്റ് റിസർവേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണിത് ആർട്ടിക്കിൾ 243D എന്ന് പറയുന്നത്. അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ഓരോ ലെവലിലും 3 ടയർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 ടയർ സിസ്റ്റത്തിൽ ഓരോ ലെവൽസിലും SCസിനും STസിനും എന്തുണ്ട്? റിസർവേഷൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ. അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് SCസിനും STസിനും എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ഓരോ ലെവൽസിലും എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വുമണ്ണും എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 1/3. 1/3 ഓഫ് ദി ടോട്ടൽ സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? വുമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സീറ്റ്സിന്റെ 1/3 വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റിസർവേഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണിത് ആർട്ടിക്കിൾ 243D. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? OBCസിനും റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിസർവേഷൻസിനെ കുറിച്ച് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലുള്ള റിസർവേഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണിത് ആർട്ടിക്കിൾ 243D എന്ന് പറയുന്നത്. സോ 3 റിസർവേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ 2 റിസർവേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് SCസിനും STസിനും എന്ത് ചെയ്തിട്ടുണ്ട്? സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ. സോ ഒരു വില്ലേജിലുള്ള ഒരു പഞ്ചായത്തിലുള്ള SC/STയുടെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 1/3 ഓഫ് ദ ടോട്ടൽ സീറ്റ്സിന്റെ 1/3 ഓരോ ലെവലിലും ഈ പഞ്ചായത്തി രാജിന്റെ 3 ടയർ സിസ്റ്റത്തിലെ ഓരോ ടയറിലും എന്ത് ചെയ്തിട്ടുണ്ട്? 1/3 സീറ്റ്സ് വുമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 243E എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 243E ആണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തിന്റെ ഡ്യൂറേഷൻ, കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ. സോ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലെ ഓരോ ടയറിലുള്ള ഗവൺമെന്റിന്റെയും കാലാവധി, ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 243E എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 243G. 243G എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അതോറിറ്റീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് 243G. നെക്സ്റ്റ് ഈസ് 243H. 243H എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് ചില ടാക്സസ് ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ഈ പവേഴ്സ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 243H ആണ്. പഞ്ചായത്തിന് ചില ടൈപ്പ് ഓഫ് ടാക്സസ് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ വീട്ടുകരം പോലെയുള്ള കരങ്ങൾ, ചില ടാക്സസ് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 243H എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 243I. 243I എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പഞ്ചായത്തിന് റിസോഴ്സസ്, ഒരു സ്റ്റേറ്റിലുള്ള പഞ്ചായത്തുകൾക്കിടയിൽ റിസോഴ്സസും അതുപോലെ തന്നെ ഫൈനാൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? 243I. ഒരു സ്റ്റേറ്റിൽ ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകൾക്കിടയിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ വേണം, ആ ഒരു അലോക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഓരോ 5 വർഷം കൂടുമ്പോഴും സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 243I എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 243K. ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. അതായത് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റ് ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ, പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഇലക്ഷൻസ്, പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത്. ഇതാണ് പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ 3 ടയർ സ്ട്രക്ചർ നോക്കാം. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ 3 ടയർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഗ്രാം പഞ്ചായത്ത്.
അതായത് വില്ലേജ് ലെവലിലാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു 3 ടയർ അല്ലെങ്കിൽ 3 ലെവൽസ് ഉള്ള ഒരു സിസ്റ്റം ആണ്. ഇതിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് വില്ലേജ് ലെവലിലാണ്. വില്ലേജ് ലെവലിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 3 ടയർ അല്ലെങ്കിൽ 3 ലെവൽസ് ഉള്ള ഒരു സിസ്റ്റം ആണ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവൽ ആണെന്ത് ഈ ഒരു വില്ലേജ് ലെവൽ എന്ന് പറയുന്നത്. വില്ലേജ് ലെവലിലുള്ള പഞ്ചായത്തി രാജിനെ വിളിക്കുന്ന പേരാണ് ഗ്രാമപഞ്ചായത്ത്. സോ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രാമപഞ്ചായത്താണ്. ആൻഡ് ഈ ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു വില്ലേജ് കാണാം, അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ വില്ലേജസ് കാണാം. സോ ഒന്നിൽ കൂടുതൽ വില്ലേജസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പഞ്ചായത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ബേസിക് ലെവലിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമപഞ്ചായത്താണ്. ഇനി ഗ്രാമപഞ്ചായത്തിൽ എന്തുണ്ട്? ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പേഴ്സ് ആണ്. വാർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പഞ്ചാണെന്ത് ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തുണ്ട്? പഞ്ചായത്ത് മെമ്പർമാരാണ്, പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ട്. അതായത് ഓരോ വാർഡിനും എന്തുണ്ട്? ഓരോ മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ പല വാർഡുകൾ കാണും. ഓരോ വാർഡിനും എന്ത് കാണും? ഓരോ വാർഡ് മെമ്പേഴ്സ് കാണും. ഈ വാർഡ് മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട് ചെയ്യുന്നത്. സോ ഓരോ 5 വർഷം കൂടുമ്പോഴും ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വാർഡ് ഏതാണോ ആ വാർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിനെ നിങ്ങൾ വാർഡ് മെമ്പർ ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ വാർഡ് മെമ്പേഴ്സ് അടങ്ങുന്നതാണെന്ത് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. സോ ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പേഴ്സ് ആണ്. ഈ വാർഡ് മെമ്പേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പഞ്ച് എന്ന് പറയുന്നത്. ഇവരെ എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുകയാണ്. അതായത് ജനങ്ങൾ നേരിട്ട് 18 ഇയേഴ്സ് 18 വയസ്സ് കഴിയും ഇലക്ടറൽ റോളിൽ പേരുള്ളയും ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ വാർഡ് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപഞ്ച് ആണെന്ത് ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ സർപഞ്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർഡ് മെമ്പേഴ്സ് അവരിൽ ഒരാളെ എന്ത് ചെയ്യും? ഇലക്ഷൻ വഴി സർപഞ്ചായിട്ട് ചൂസ് ചെയ്യും. അതാണെന്ത് സർപഞ്ച് എന്ന് പറയുന്നത്. സോ സർപഞ്ച് മീൻസ് ഈ വാർഡ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹെഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു സർപഞ്ചായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചൂസ് ചെയ്യാറുണ്ട്. ഇനി ഗ്രാമപഞ്ചായത്തിന്റെ ടെന്യൂർ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷമാണ്. സോ ഗ്രാമപഞ്ചായത്തിന്റെ കാലാവധി എന്ന് പറയുന്നതാണ് 5 വർഷമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും? ഗ്രാമപഞ്ചായത്ത് ഡിസോൾവ് ആവും, ഫ്രഷ് ഇലക്ഷൻസ് നടക്കും. അടുത്ത ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യും? ഇലക്ഷൻ വഴി ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന SSC എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് അക്കാഡമിയുടെ SSC കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു SSCയുടെ കംപ്ലീറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രം ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആൻഡ് അത് ത്രൂ കൊറിയർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് കൂടാതെ ഈ ഒരു SSCയുടെ കംപ്ലീറ്റ് കോഴ്സിൽ പേഴ്സണൽ മെന്റർഷിപ്പ് കൂടി അവൈലബിൾ ആണ്. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, രണ്ടാമത്തെ ലെവൽ ഓഫ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ സെക്കൻഡ് ലെവൽ ആണെന്ത്? പഞ്ചായത്ത് സമിതീസ് ഓർ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെവലാണ്. വില്ലേജ് ലെവലിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് കണ്ടു. ഇനി അതിന് തൊട്ട് മുകളിലുള്ള ലെവൽ, അതായത് ഇന്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ബ്ലോക്ക് പഞ്ചായത്തിനെ ആഞ്ചലിക് പഞ്ചായത്ത് എന്ന് വിളിക്കാറുണ്ട്, ജൻപത് പഞ്ചായത്ത് എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ സെക്കൻഡ് ടയർ അതായത് ഇന്റർമീഡിയറ്റ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതീസ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ്? ബ്ലോക്ക് അല്ലെങ്കിൽ താലൂക്ക് അല്ലെങ്കിൽ മണ്ഡൽ ലെവൽ, ബ്ലോക്ക് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പഞ്ചായത്ത് സമിതീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സിനെയും പഞ്ചായത്ത് സമിതിയിലെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പേഴ്സിനെയും ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്? കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള മെമ്പേഴ്സിനെ ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് യൂസ് ചെയ്തിട്ട്, അതായത്
18 വയസ്സ് കഴിയും. ഇലക്ട്രൽ റോളിൽ പേരുള്ള ജനങ്ങൾ ഡയറക്റ്റ് ഇലക്ഷൻ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത്. ഇനി ഈ പഞ്ചായത്ത് സമിതിയുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർമാൻ ആണ്. സോ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർമാൻ ബ്ലോക്ക് പ്രമുഖാണെന്ത്, ഈ ഒരു പഞ്ചായത്ത് സമിതിയുടെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ചെയർമാനെ ഇലക്ട് ചെയ്യുന്ന എന്താണ്, മെമ്പേഴ്സ് അവരിലുള്ള ഒരാളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചെയർമാൻ ആയിട്ട് ഇലക്ട് ചെയ്യുന്നത്. ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെയർമാനെ ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള മെമ്പേഴ്സ് അവരിൽ ഒരാളെ എന്ത് ചെയ്യും, ഇലക്ഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചെയർമാനായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ടെന്യൂർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 5 years തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതിയുടെ ടെന്യൂർ എന്ന് പറയുന്നതും 5 വർഷം തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് തേർഡ് ലെവൽ. സോ തേർഡ് ലെവൽ ആണെന്ത്, ജില്ലാ പരിഷത്ത്. തേർഡ് ലെവൽ, അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചായത്ത് രാജ് ആണെന്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. സോ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ജില്ലാ പരിഷത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് 3 tier ഗവൺമെന്റ് ആണ്. ഏറ്റവും ബേസ് ലെവലിലുള്ളതാണ് എന്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് വില്ലേജ് ലെവലാണ്. അതിന്റെ മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് ഇന്റർമീഡിയറ്റ് ലെവൽ എന്തുണ്ട്, പഞ്ചായത്ത് സമിതീസ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. അതിന്റെയും തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്, ജില്ലാ പരിഷത്ത് ഉണ്ട്. ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണെന്ത്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ജില്ലാ പരിഷത്താണ്. സോ ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് എന്തുണ്ട്, ജില്ലാ പരിഷത്ത് ഉണ്ട്. ജില്ലാ പരിഷത്തിന്റെ താഴെയായിട്ടാണ് എന്തുള്ളത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത്. ജില്ലാ പരിഷത്തിന്റെ താഴെയായിട്ട് നമുക്ക് എന്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ആൻഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താഴെയായിട്ടാണ് നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഗ്രാമപഞ്ചായത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാണെന്ത് ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്. ആൻഡ് തേർഡ് വൺ ഈസ് ഗ്രാമപഞ്ചായത്ത്. ഇതാണെന്ത് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാമപഞ്ചായത്ത്, ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ 3 tier ഗവൺമെന്റിലെ ഏറ്റവും ടോപ്പ് ടയർ ആണ് ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നതാണ് ഡിസ്ട്രിക്ട് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റം ആണെന്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. ജില്ലാ പരിഷത്തിന് താഴെയായിട്ട് എന്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ലെവലിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെയും താഴെയായിട്ട് വില്ലേജ് ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമപഞ്ചായത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വില്ലേജ് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണെന്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ജില്ലാ പരിഷത്തിലെ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സമിതീസ്, അതായത് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ടല്ലോ, ആ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ചെയർപേഴ്സൺസും അതുപോലെ തന്നെ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ MPസും MLAസും ഇത്രയും പേരടങ്ങുന്നതാണെന്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. സോ ജില്ലാ പരിഷത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജില്ലാ പരിഷത്തിന്റെ കോമ്പോസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതിയുടെ ചെയർപേഴ്സൺസും ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള MPസും MLAസും ഇത്രയും പേരടങ്ങുന്നതായിരിക്കും എന്ത്, ഈ ഒരു ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. ഇതിൽ MPസും MLAസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ഇനി ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജില്ലാ പരിഷത്തിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷയാണെന്ത്, ഈ ഒരു ജില്ലാ പരിഷത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരെ എന്ത് ചെയ്യുന്നു, മെമ്പേഴ്സ് അവരിൽ നിന്ന് തന്നെ ഇലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജില്ലാ പരിഷത്തിലെ മെമ്പേഴ്സ് ആരൊക്കെയാണോ അവരെന്ത് ചെയ്യും, അവരിൽ ഒരാളെ പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അധ്യക്ഷയായിട്ട് ഇലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണെന്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. സോ ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നുള്ളതാണ്. ആ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ നമ്മൾ 3 tiers പഠിച്ചു. ഏറ്റവും ബേസ് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ഫൗണ്ടേഷൻ ലെവൽ എന്തുണ്ട്, വില്ലേജ് ലെവലിൽ നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്. ആൻഡ് ഏറ്റവും ടോപ്പിലായിട്ട് എന്തുണ്ട്, ജില്ലാ പരിഷത്ത് ഉണ്ട്. ഓരോത്തിലെയും മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ടെന്യൂർ എങ്ങനെയാണ്, ചെയർപേഴ്സണെ അല്ലെങ്കിൽ അവരുടെ ഹെഡിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസും എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്ത് രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണെന്ത്, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. 1957 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്മിറ്റി ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, പഞ്ചായത്തി രാജ് സിസ്റ്റം ഒരു 3 tier സ്ട്രക്ചർ ആയിരിക്കണം എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. അതായത് വില്ലേജ് ലെവലില് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കണം, ബ്ലോക്ക് ലെവലില് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലില് ജില്ലാ പരിഷത്ത് ഉണ്ടായിരിക്കണം എന്നെന്ത് ചെയ്തു, ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു.
ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി 1957 ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ത് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനകത്ത് അതൊരു 3 ടയർ സ്ട്രക്ചർ ആയിരിക്കും. വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ലെവലിൽ പഞ്ചായത്ത് സമിതി, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്ത്. ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചർ ആയിരിക്കണം പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണെന്ത് ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി. 1957 എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണെന്ത് അശോക് മെഹ്ത്ത കമ്മിറ്റി. 1977 എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 2 ടയർ സ്ട്രക്ചർ ആയിരിക്കണം. സോ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 2 ടയർ സ്ട്രക്ചർ ആയിരിക്കണം. അതായത് മണ്ഡൽ ലെവലിൽ ഓർ ബ്ലോക്ക് ലെവലിൽ മണ്ഡൽ പഞ്ചായത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ എന്ത് വേണം ജില്ലാ പരിഷത്ത് വേണം. ബൽവൻ റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞത് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് 3 ടയർ സ്ട്രക്ചർ ആയിരിക്കണം. വില്ലേജ് ലെവലിൽ മുതൽ എന്ത് ചെയ്യണം പഞ്ചായത്തി രാജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അശോക് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് 2 ടയേഴ്സ് മതി. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് എന്തായിരിക്കും ബ്ലോക്ക് ലെവലിലുള്ള ടയർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിലായിരിക്കും ആദ്യത്തെ ടയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ലെവലിൽ എന്ത് വേണം മണ്ഡൽ പഞ്ചായത്ത് വേണം. അതായത് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, 2 അതിലധികമോ വില്ലേജസ് ചേർന്നുകൊണ്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കണം. ആ ബ്ലോക്കിന് എന്ത് കാണണം ഒരു മണ്ഡൽ പഞ്ചായത്ത് കാണണം. അതിനുശേഷം അതിന്റെ ടോപ്പിലായിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ എന്ത് വേണം ജില്ലാ പരിഷത്ത് വേണമെന്നാണ് എന്ത് ചെയ്ത് അശോക് മെഹ്ത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണെന്ത് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണെന്ത് ഈ ഒരു GVK റാവു കമ്മിറ്റി എന്ന് പറയുന്നത് 1985. അടുത്ത ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണെന്ത് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. LM സിംഗ്വി കമ്മിറ്റി എന്ത് ചെയ്തു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. 1986 എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണെന്ത് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതും എന്ത് ചെയ്തു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹനുമന്ത് റാവു കമ്മിറ്റി. ഹനുമന്ത് റാവു കമ്മിറ്റി ആണെന്ത് ലാസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹനുമന്ത് റായ് കമ്മിറ്റി എന്താണ് ചെയ്തത് പഞ്ചായത്തി രാജ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തത്. ഇതൊക്കെയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഇത് അർബൻ ലോക്കൽ ഗവൺമെന്റ് ആണ്. പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് റൂറൽ ലോക്കൽ ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് അർബൻ ലോക്കൽ ഗവൺമെന്റ് ആണ്. അർബൻ ഏരിയാസിലുള്ള ലോക്കൽ ഗവൺമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത്. ഈ മുനിസിപ്പാലിറ്റീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മുനിസിപ്പാലിറ്റീസും എന്തല്ലായിരുന്നു പാർട്ടല്ലായിരുന്നു. പിന്നീട് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു മുനിസിപ്പാലിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു. അതാണ് പാർട്ട് 9A എന്ന് പറയുന്നത്. പാർട്ട് 9 എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് സിസ്റ്റമായിട്ട് ഡീൽ ചെയ്യുന്നു. പാർട്ട് 9A എന്ന് പറയുന്നത് എന്തിനെ ഡീൽ ചെയ്യുന്നു മുനിസിപ്പാലിറ്റീസിന്റെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ചെയ്യുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് 243P മുതൽ ആർട്ടിക്കിൾ 243ZG വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതുകൂടാതെ മുനിസിപ്പാലിറ്റീസിന്റെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ഷെഡ്യൂൾ കൂടി എന്ത് ചെയ്തു ആഡ് ചെയ്തു. അതാണ് 12th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 12th ഷെഡ്യൂളിനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസിന് ജൂറിസ്ഡിക്ഷൻ ഉള്ള 18 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണെന്ത് ഈ ഒരു 12th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 12th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന 12 സബ്ജക്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും മുനിസിപ്പാലിറ്റീസിന് ലോസ് മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസിന് എന്ത് കാണും ജൂറിസ്ഡിക്ഷൻ അധികാര പരിധി ഉണ്ടായിരിക്കും. ആൻഡ് 12th ഷെഡ്യൂളിൽ 18 സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ മുനിസിപ്പാലിറ്റീസ് ഇഫക്റ്റിൽ വരുന്നത് 1st June 1993 1st June 1993 എന്ത് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റീസ് ഇഫക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് മുനിസിപ്പാലിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
മുനിസിപ്പാലിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 243 എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ ഏരിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയാസിന്റെ ഡെഫിനിഷൻ തരുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243 എന്ന് പറയുന്നത്. സോ എന്താണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ 10 lakhsൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് വിളിക്കും. ഒരു അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്ന 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ ഒരു ഏരിയ വിളിക്കുന്ന പേരാണെന്ത് മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 243Q. സോ ആർട്ടിക്കിൾ 243Q ആണ് എന്ത് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നത്. മുനിസിപ്പാലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243Q. നെക്സ്റ്റ് 243T മുനിസിപ്പാലിറ്റീസിൽ സീറ്റ് റിസർവേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243T. അതായത് SCസിനും STസിനും കൊടുക്കുന്ന റിസർവേഷനെ കുറിച്ചും അതുപോലെ തന്നെ വുമണിന് 1/3 സീറ്റ്സ് ടോട്ടൽ സീറ്റ്സിന്റെ 1/3 സീറ്റ്സ് റിസർവ് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243T എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് 243W. മുനിസിപ്പാലിറ്റീസിന്റെ പവേഴ്സ് എന്താണ്, അതോറിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243W എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 243Y. സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, അതായത് മുനിസിപ്പാലിറ്റീസിന്റെ ഇടയിൽ ഫൈനാൻഷ്യൽ റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനെ ഓരോ 5 വർഷം കൂടുമ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243Y എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 243ZA. മുനിസിപ്പാലിറ്റീസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243ZA. മുനിസിപ്പാലിറ്റീസിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 243ZA. നെക്സ്റ്റ് മുനിസിപ്പാലിറ്റീസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് നോക്കാം. സോ മുനിസിപ്പാലിറ്റീസിനെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാനായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണെന്ത് നഗർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. നഗർ പഞ്ചായത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ നിന്ന് ഏർബൻ ഏരിയയിലേക്ക് ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയ. അതായത് കംപ്ലീറ്റ് ആയിട്ട് അർബൻ ആയിട്ടില്ല, എന്നാൽ റൂറൽ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ എന്തുണ്ട് ഡെവലപ്മെന്റും ഉണ്ട്. ഇങ്ങനെ ട്രാൻസിഷൻ സ്റ്റേജിലിരിക്കുന്ന കംപ്ലീറ്റ്ലി റൂറലും അല്ല കംപ്ലീറ്റ്ലി അർബനും ആയിട്ടില്ല, ഇതിന്റെ ഇടയിൽ അതായത് റൂറലിൽ നിന്ന് അർബനിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് നഗർ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അർബൻ ലോക്കൽ ബോഡീസിൽ, അതായത് നഗരപരിധിയിലുള്ള അല്ലെങ്കിൽ അർബൻ ഏരിയാസിലുള്ള ലോക്കൽ ബോഡീസിൽ മുനിസിപ്പാലിറ്റീസിന്റെ കേസിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ ബോഡിയാണെന്ത് ഈ ഒരു നഗർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു നഗർ പഞ്ചായത്ത് എന്ന് പറയുന്നതാണ് ട്രാൻസിഷൻ ഏരിയാസിലേക്ക്. സോ ബേസിക്കലി നഗർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ റൂറലിൽ നിന്ന് ഏർബൻ ഏരിയാസിലേക്ക് ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന റീജിയൻസിലാണ് എന്ത് ചെയ്യുന്നത് നഗർ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണെന്ത് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ അർബൻ ഏരിയാസിൽ തന്നെ സ്മോളർ അർബൻ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മുനിസിപ്പൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നഗർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ റൂറലിൽ നിന്ന് ഏർബനിലേക്ക് ട്രാൻസിഷൻ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് നഗർ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ മുനിസിപ്പൽ കൗൺസിൽ എടുത്തു കഴിഞ്ഞാൽ അർബൻ ഏരിയാസിൽ തന്നെ ചെറിയ അർബൻ ഏരിയ സ്മോളർ അർബൻ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മുനിസിപ്പൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മുനിസിപ്പൽ കൗൺസിലിനെ മുനിസിപ്പാലിറ്റി എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ അർബൻ ഏരിയാസിൽ തന്നെയുള്ള സ്മോളർ അർബൻ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് മുനിസിപ്പൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മുനിസിപ്പൽ കൗൺസിലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നതാണ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ടൗൺസിലും സിറ്റീസിലും, അതായത് വലിയ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ടൗണുകളിലും സിറ്റീസിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലാർജർ അർബൻ ഏരിയാസ്, വലിയ അർബൻ ഏരിയാസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. സ്മോളർ അർബൻ ഏരിയാസിലെ മുനിസിപ്പൽ കൗൺസിലാണ്,
ലാർജർ അർബൻ ഏരിയാസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒരുപാട് പോപ്പുലേഷൻ ഉള്ള, ലാർജ് പോപ്പുലേഷൻ ഉള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് എന്ത് ചെയ്യുന്നത്, മുനിസിപ്പൽ കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് മേയർ ആയിരിക്കും. മേയർ ആയിരിക്കും എന്ത്, ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനെ ഹെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പാലിറ്റീസിന്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് മുനിസിപ്പാലിറ്റീസ് നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ടൈപ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ്, ആ 3 ടൈപ്പ് ഓഫ് മുനിസിപ്പാലിറ്റീസിന്റെയും കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള മെമ്പേഴ്സ് ആരായിരിക്കും, വാർഡിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെടുന്ന, ജനങ്ങൾ നേരിട്ട് വാർഡിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെടുന്ന വാർഡ് മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മുനിസിപ്പാലിറ്റീസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സോ ഒരു മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ, അതായത് അതിപ്പോ നഗരപഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പൽ കൗൺസിൽ ആയിക്കോട്ടെ, അല്ല മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഈ 3 മുനിസിപ്പാലിറ്റീസ് എടുത്തു കഴിഞ്ഞാലും അതിലെ മെമ്പേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ മുനിസിപ്പാലിറ്റീസിനും അല്ലെങ്കിൽ ഈ ഓരോ മുനിസിപ്പാലിറ്റീസിനും എന്തുണ്ട്, അവരുടെ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് വാർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ വാർഡിൽ നിന്നും ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വാർഡ് മെമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നുണ്ട്. നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇത് 3 മുനിസിപ്പാലിറ്റീസിന്റെ 3 ടൈപ്പാണ്. ഈ 3 മുനിസിപ്പാലിറ്റീസിനും ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിൽ നിന്നും ജനങ്ങൾ എന്ത് ചെയ്യും, നേരിട്ട് ഓരോ വാർഡ് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യും. ആ വാർഡ് മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ഓരോ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് 3 മുനിസിപ്പാലിറ്റീസിന്റെയും കാലാവധി എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 വർഷമായിരിക്കും. 5 ഇയേഴ്സ് ആയിരിക്കും ഓരോ മുനിസിപ്പാലിറ്റീസിന്റെയും ടെന്യൂർ എന്ന് പറയുന്നത്. ആൻഡ് ഈ മുനിസിപ്പാലിറ്റീസിന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിനും ഓരോ ലോ ആണുള്ളത്. മുനിസിപ്പാലിറ്റീസിന്റെ ചെയർപേഴ്സണെ ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനും ഓരോ ലോ ആണ്. ഒരു സ്റ്റേറ്റിന്റെ ലോ എന്താണോ പറയുന്നത്, ആ പ്രൊവിഷൻസ് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ചെയർപേഴ്സൺസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റീസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യൽ നോളജ് ഉള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, മുനിസിപ്പാലിറ്റീസിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ എന്താണ്, ഓരോ മുനിസിപ്പാലിറ്റീസിനുള്ള MPസും MLAസിനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, മുനിസിപ്പാലിറ്റീസിൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ സാധിക്കും. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, വേറി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആ ഒരു സ്റ്റേറ്റിലെ ലോ എന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, MPസിന്റെയും MLAസിന്റെയും റെപ്രസെന്റേഷൻ വരുന്നതും. അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നതും അതാത് സ്റ്റേറ്റിന്റെ ലോ അനുസരിച്ചായിരിക്കും. ഇതൊക്കെയാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കീ ഫാക്ട്സ് എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ മീറ്റ് ചെയ്യാം. താങ്ക്